ടു ലെജൻസ്. നമ്മുടെ ചിതാറിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട്. ഇവിടെ ഫസ്റ്റ് വൺ വരുന്നത് നല്ല പ്യൂർ കോട്ടൺ അക്കോബയിൽ ചെയ്തിരിക്കുന്ന ഐറ്റം ആട്ടോ. നല്ല കോട്ടൺ ഫാബ്രിക്കിൽ ഫുൾ അക്കോബ ഡിസൈൻ, നല്ല കളർ കോമ്പിനേഷൻസ്, നമുക്കൊരു കോൺട്രാസ്റ്റ് മാച്ചിങ് വരുന്ന കളേഴ്സാണ് ചെയ്തേക്കുന്നത്. നല്ലൊരു യെല്ലോ ആൻഡ് മെറൂൺ ആണ്, നല്ല ഡാർക്ക് ഷെയ്ഡ് ആട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൽ ഫുൾ ബാട്ടിക്കിൻ്റെ പ്രിന്റിങ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചൂട് സമയമൊക്കെ വരുമ്പോഴത്തേനും നല്ല പ്രൊഡക്റ്റാണ്. ഇതിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡ്സും ആട്ടോ, കോൺട്രാസ്റ്റ് മാച്ചിങ് വരുന്ന നല്ല അടിപൊളി കളേഴ്സ്. പിന്നെ നമ്മുടെ ഗീവയുടെ കാര്യം അറിയാലോ, അപ്പോൾ എല്ലാവരും വീഡിയോസ് ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവർക്ക് അടുത്ത സൺഡേ നമുക്ക് വിന്നർ ആരാന്നുള്ളത് പ്രഖ്യാപിക്കും കേട്ടോ. പിന്നെ നമ്പർ AC 820, റേറ്റ് 1360 1360. രണ്ടാമത്തെ ഷെയ്ഡ് ഇതാ കേട്ടോ. ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര ബ്ലൂ ആയിട്ട് ചിലപ്പോൾ തോന്നിക്കുമായിരിക്കും. ഭയങ്കര ഓവറായിട്ടുള്ള ബ്ലൂ അല്ല, എന്നാലും നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. അപ്പം അതിൻ്റെ അകത്ത് സീ ഗ്രീൻ്റെ ഒക്കെ ഒരു ഷെയ്ഡില്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡ്. അതിൻ്റെ അകത്ത് ഫുൾ അക്കോബ ഫ്രണ്ട് പോർഷൻ ചെയ്തിട്ടുണ്ട്. ദുപ്പട്ടയിലോട്ട് വരുമ്പോൾ തന്നെ ശരിക്കും ഡാർക്ക് ബ്ലൂ തന്നെയാണ്, പക്ഷേ ഒരു ബ്ലാക്ക് മിക്സ് ആയിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഇത് ഇങ്ങനെ കാണുമ്പോഴത്തേനും ഏകദേശം ബ്ലാക്ക് പോലെയും തോന്നിക്കും. ദുപ്പട്ടയിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ബ്ലൂവിൻ്റെ ചെറിയ ഷെയ്ഡ് കാണാൻ പറ്റും. കറക്റ്റ് ബ്ലാക്ക് അല്ല, നല്ല ഡാർക്ക് നേവി ബ്ലൂവിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ലുക്ക് ഇതാ ഇങ്ങനെ വരും. അപ്പോൾ ഒരുപാട് അങ്ങനെ ഓവർ കളറായിട്ടുള്ളത് താല്പര്യമില്ലെങ്കിൽ ഇങ്ങനത്തെ ഷെയ്ഡ്സൊക്കെ നല്ല കേട്ടോ. ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനും അല്ലാതെ കോട്ടൺ മാത്രമൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നല്ല സെറ്റാണ്. പിന്നെ അക്കോബ ഇഷ്ടമില്ലാത്തൊരു കാണില്ലല്ലോ, എല്ലാം നല്ല രസമുള്ള ഡിസൈനും കാര്യങ്ങളുമാണ്. അക്കോബ കാണാനാണെങ്കിലും നിങ്ങൾ നോക്കിയാൽ മതി, ഭയങ്കര ഫിനിഷിങ് ആട്ടോ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഭയങ്കര വേർത്തായിട്ടുള്ള ഐറ്റം, കാരണം ഇത്രയും നല്ല ഫിനിഷിംഗ് ഉള്ള അക്കോബയ്ക്ക് 1300 എന്ന് പറയുന്നത് ഭയങ്കര റീസണബിൾ ആണ്. നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ നമ്പർ AC 819, റേറ്റ് 1360. അടുത്ത ഷെയ്ഡ് ടോപ്പിൻ്റെ കളർ നല്ല ഭംഗിയുള്ളൊരു പിങ്കിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ദുപ്പട്ട വരുമ്പോഴത്തേനും ഒരു ഗ്രേയുടെ ഒക്കെ ഒരു ഷെയ്ഡ്, അത് ഡസ്റ്റി ടൈപ്പ് കളറാണ്. ഒരുപാട് ഓവറായിട്ട് നിൽക്കുന്ന കളറല്ല, സെൻറ്ററിൽ കൊടുത്തേക്കുന്നത്. അതിൻ്റെ അകത്ത് ആ ഒരു ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റും. നോർമൽ ഡൈയിങ്ങിൻ്റെ ആ ഒരു നാച്ചുറൽ ഡൈയിങ്ങിൻ്റെതായ ഒരു ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ആ ഒരു ഒരുപാട് ഓവർ കളറല്ല കേട്ടോ, ഭയങ്കര ഗ്ലേസിങ്ങോ തെളിച്ചോ അങ്ങനെ വിചാരിക്കേണ്ട. കാരണം നോർമൽ നല്ല കോട്ടൺ ഫാബ്രിക് അല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു ലുക്കാണ് ഇതിന് കിട്ടുന്നത്. ടോപ്പിന് അത്യാവശ്യം നല്ല തെളിച്ചമുണ്ട്. ദുപ്പട്ട ലൈറ്റ് ഷെയ്ഡാണ്, പക്ഷേ കളർ കോമ്പിനേഷൻ നല്ല രസമാണ് കേട്ടോ. ഇതുപോലെയാണ് ഫുൾ ലുക്കിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൻ്റെ താഴത്തെ ബോർഡറിൽ ചെറിയൊരു ക്രോഷ്യോ ലേസൊക്കെ കൊടുത്തിട്ട് താഴത്തെ ബോർഡറാണ് കേട്ടോ. നല്ല ലെങ്ത് ഉണ്ട്. എനിക്ക് തോന്നുന്നു എങ്ങനെയാണേലും ഒരു 48 എബോ തയ്ക്കാൻ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ നമ്പർ AC 821, റേറ്റ് 1360. നാലാമത്തെ ഷെയ്ഡ് നല്ലൊരു ഗ്രീൻ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ ആട്ടോ. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മെയിൻ ഷെയ്ഡുകൾ കുറച്ച് നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. ദുപ്പട്ട ഇങ്ങനെ ഈ ഡബിൾ ടോണിൽ ബ്ലെൻഡ് ആയിട്ട് വരുമ്പോഴത്തേനും ഇവിടെ കൊണ്ടൊരു ശക്കലും ലൈറ്റ് ഷെയ്ഡിലാണ് വരിക. പക്ഷേ കളർ കോമ്പിനേഷൻസ് ഒക്കെ നല്ല കേട്ടോ. നല്ലതായിട്ട് സ്റ്റാർച്ച് മുക്കി ഉപയോഗിക്കുന്നതാണെങ്കിൽ ഭയങ്കര നല്ല അടിപൊളിയായിട്ട് നിൽക്കും. നോർമലി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കോട്ടൺ തന്നെ ഉപയോഗിക്കുന്നവർക്ക് നല്ല ഐറ്റം. നല്ല പ്യുവർ കോട്ടൺ ഫാബ്രിക്കാണ്. ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അക്കോബ ഡിസൈനും ബാക്ക് സൈഡിൽ ഫുൾ പ്രിൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അക്കോബ ഇല്ലെന്നേ ഉള്ളൂ, സെയിം പ്രിൻറ്റ് തന്നെയാണ്. പിന്നെ നമ്പർ AC 818, റേറ്റ് 1360.